ഡിവിഡൻഡ്, ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് പോലുള്ള കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ലുപ്പിൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2070 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 94,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33. 52 വീക്ക് ഹൈ 2,400 52 വീക്കിലോ 1,493 കമ്പനി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. രണ്ടാമത്തേത് ടോറൻറ്റ് പവർ. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം ടോറൻറ്റ് പവർ 1% ഇടിഞ്ഞ് 1,435 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. പവർ സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയാണ് ടോറൻറ്റ് പവർ. കമ്പനി 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. മൂന്നാമത്തേത് അപ്പോളോ ടയർ കഴിഞ്ഞ ദിവസം 1% ഉയർന്നു 481 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. അമേരിക്ക പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള സീറോ താരിഫ് പോളിസിയുടെ പശ്ചാത്തലത്തിൽ ഓട്ടോ ആൻസിലറി കമ്പോണൻറ്റ് ഷെയറുകളും ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് ഷെയറുകളും കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അപ്പോളോ ടയറും കഴിഞ്ഞ ദിവസം 1% ഉയർന്നു. അപ്പോളോ ടയറും 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അപ്പോളോ ടയർ എന്ന കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. JSW എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 2.7% ഉയർന്ന് 488 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 800 രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 488 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നുണ്ട്. JSW എനർജി സ്റ്റോറേജ്, എനർജി സപ്ലൈ തുടങ്ങിയ എനർജി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സെക്ടറിൽ എക്സ്പോസർ ഉള്ളതും റിന്യൂവബിൾ എനർജി സെക്ടറിലും കൺവെൻഷണൽ എനർജി സെക്ടറിലും എക്സ്പോസർ ഉള്ളതുമായ ഒരു കമ്പനിയാണ്. കമ്പനി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ടബാക്കോ സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ ഗോഡ്ഫ്രേ ഫിലിപ്സും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. PSU സെക്ടറിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ദിവസം 7% ഉയർന്ന് 1,823 അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് 2 രൂപ 25 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കിനെ പരിചയപ്പെടാം. വെസുവിയസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന മെഷീനറി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 1% ഉയർന്ന് 5,223 അടുത്ത് ക്ലോസിംഗ് നൽകി. വെസുവിയസ് ഇന്ത്യ അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. 1:10 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റാണ് കമ്പനി പ്രഖ്യാപിച്ചത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി റീസെൻ്റ്ലി പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ 10 റെക്കോർഡ് ഡേറ്റ്. ഇനി ബോണസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്ക് BSE ആണ്. BSE എന്ന കമ്പനിയും 2:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. BSEയുടെ ഓരോ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 2 ഷെയറുകൾ ബോണസായി ലഭിക്കും. BSE ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മെയ് 23 BSEയുടെ ബോണസ് ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്